എന്തായിരുന്നു വെള്ളരിക്കയില്ലയോ പൈസ കൊടുത്ത് ചോദിപ്പിച്ച ചോദ്യമാണ്. എങ്ങനെ എല്ലാ മൊമെന്റും ഷൂട്ട് ചെയ്യണം, അങ്ങനെ വ്ളോഗ്. ഹായ് ആൾക്കാരെ ചങ്ങാചിറയുടെ പശുവിനും ആടിനൊക്കെ തീറ്റി എവിടെ കണ്ടാലും വന്നത് ശരിക്കും മയിലിനെ കാണാൻ പറ്റുമോ എന്നറിയാനായിരുന്നു. നിറച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന നിറച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ എന്തുപടി പറയുന്നത്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാണ് ഗൈസ്. നമുക്ക് ചക്കര മുട്ടിലെത്തിരിച്ചല്ല, രാവിലെ മുട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ പോവാണ് ഗൈസ്. കമാ. ഹലോ ഗൈസ്, നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. നമ്മളിന്ന് ആദ്യമായിട്ട് പോകാൻ പോകുന്നത് നമ്മൾ പ്ലാന്റേഷൻ ഏരിയയിലോട്ടാണ്. ഇതാണ് നമ്മുടെ സ്വന്തം റിയാസ് ഒന്നുകൂടെ ക്യൂട്ട്നെസ് വാരി അറിയാം. വീഡിയോ ആയില്ല, അന്നേരം ഒന്നുകൂടെ വാരിയിട്ടാണ് നമ്മുടെ സ്വന്തം. നെഗറ്റീവ് വിളി ഒന്നും നിന്നില്ല. നെഗറ്റീവ് വിളി വീണ്ടും നെഗറ്റീവ് വിളി പരിചയപ്പെടുത്തുക. അതാണ് കുത്തമ്മയാണായിട്ടുള്ള എൻ്റെ സ്വന്തം അനിയത്തിയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം നെഗറ്റീവ് വിളി സോന. ഫ്രണ്ടിൽ പോകുന്നതല്ല അമ്മ നിന്ന് തരത്തില്ല. നമ്മൾ റോഡിൽ കയറിയിരിക്കുന്ന ഗൈസ്. അല്ലും അമ്മയുടെ സ്വഭാവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ, പോകുന്ന വഴി പോകുന്ന എൻ്റെ അനിയത്തി എന്തൊക്കെയോ പറഞ്ഞ് ശകാരിച്ചോണ്ട് പോകുന്ന അമ്മയാണ്. ഇടയ്ക്ക് ചിരിയൊക്കെ ഉണ്ട്, സമാധാനം. ഹേ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വന്തം അമ്മ. ഹായ് പറയാമ്മ. ഹായ്, ഹലോ ഗൈസ്. ടിപ്പിക്കൽ മമ്മി കണ്ട കാട്ടീന്ന് എന്തായിരുന്നു വെള്ളരിക്കയില്ലയോ കുമ്പളങ്ങ പൊക്കിക്കൊണ്ട് വന്ന ടിപ്പിക്കൽ മമ്മിയാണ് കാണുന്നതിനോട് ബസ്. ടിപ്പിക്കൽ മമ്മി അയ്യത്തോന്ന് കുമ്പളങ്ങ പറിച്ചോണ്ട് വരാം. ജാക്കിയാണ് കിടന്നത്. എന്നെന്നല്ല, ഈ വീട്ടിലല്ലാതെ ആരെയും കണ്ടാലും ജാക്കി അരയ്ക്കും. ജാക്കിയുടെ ഒരു പൊസിഷനാണ് നിങ്ങൾ കാണുന്നത്. കിടന്നോണ്ടരയ്ക്കും. എഴുന്നേറ്റിട്ട് അരച്ചാൽ വലിയ കാര്യമില്ല. കിടന്നോണ്ടരയ്ക്കുക ഗൈസ്. നമ്മൾ പോകാൻ വെച്ചേക്കുന്ന ഡെസ്റ്റിനേഷൻ എങ്ങനെ താമസിപ്പിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, നമ്മുടെ സ്വന്തം ശേലിമി. കണ്ടോ, മാക്സിമം നിൽക്കുന്നേ ഉള്ളൂ. ഒരുങ്ങാൻ 5 മണി 4:30 ആകുമ്പോൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇനി വെട്ടം പോയി സൂര്യൻ താഴ്ത്താനും ശേലിമി ഇവിടെ ഒരുങ്ങി കഴിയും. ശേലിമി ഓടിവാ ശേലിമി. ഈ കുട്ടിയുടെ മുടി വെട്ടി തരാൻ ചോദിക്കും. മുടി നല്ലതായിട്ട് ഇരിക്കണേ. കണ്ടോ, ഇതൊരു പ്രത്യേകതരം കട്ടാണ്. ഈ വെട്ടിയിരിക്കുന്നത് ഞാനാണ്. ലെയറാണോ അല്ല ഫെദറാണോ അല്ല സ്റ്റെപ്പാണോ അല്ല, ഇതെനിക്ക് മാത്രം വെട്ടാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കട്ടാണ്. അത് ഞാനാണ് വെട്ടിക്കൊടുത്തത്. എന്റെ മുഖത്തിൽ ചേർന്ന ഒരു ഹെയർ സ്റ്റൈൽ സജസ്റ്റ് ചെയ്തത് ചേച്ചിയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം എല്ലാവരെയും കൂട്ടത്തിൽ കാണി. ഇതുപോലൊരു ക്ഷീണിക്കുന്ന വ്യക്തിയെ എന്റെ എല്ലായിടത്തും കാണി. എവിടെ കണ്ടാലും മൂടറപ്പിക്കണം. അതാണ് ഇവളുടെ ശീലം. ഓക്കെ ബൈ. പടക്കുതിര, കുതിരയുടെ മുടിയും കെട്ടി പടക്കുതിരയാണ്. എഴുന്നേറ്റ് നിന്ന തനിക്കുതിര. ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ യാത്ര ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. അല്ലായിരുന്നു, ഞാൻ എങ്ങനെ പൈസ കൊടുത്ത് ചോദിപ്പിച്ച ചോദ്യമാണ്. എങ്ങനെ അതൊക്കെ എല്ലാം എന്റെ കഴിവ് മാത്രമാണ്. അല്ല ഒരിക്കലും അല്ല, ലിപ്സ്റ്റിക് ഉണ്ട്, അതുകൊണ്ട് ഗെറ്റടി വിത്ത് ഞാൻ ഇരുന്നായിരിക്കും. അതെ ഗൈസ്, നമ്മള് സ്കിൻ കെയർ എല്ലാവരും പോകുന്നു. വാ സ്കിൻ കെയർ കഴിഞ്ഞ നമുക്ക് ബ്ലോഗ് കയ്യിലുണ്ടല്ലോ. ശരി, ഒരുങ്ങി ശരിമേ കണ്ടേ. ഇതാണ് ഞങ്ങളുടെ ശേലിമി ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത്. ശേലിമി ഞങ്ങൾ എല്ലാവരുടെ വൈ പിടിക്കാൻ പോവാണ്. നമ്മൾ എവിടെ ശരിമി പോകുന്നത്? പ്ലാന്റേഷൻ കൊടുവൻ പ്ലാന്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, അയ്യോ പോകുന്ന എല്ലാ മൊമെന്റും ഷൂട്ട് ചെയ്യണം, അങ്ങനെ വ്ളോഗ്. അമ്മ എന്തേലും 2 വാക്ക് പറയാം. എനിക്കൊരു ആശംസയെങ്കിലും നേരമ്മ. നമ്മള് ശുഭപ്രതി ചെയ്യാനാ നോക്കിയിരിക്കാതെ നമ്മൾ ക്യാമറ നോക്കാം. ഈ ഫോക്കസ് ഓൺ ക്യാമറ. ഈ ചെടിക്കമ്പന്റെ എനിക്ക് കുശുമ്പിച്ചിട്ട് കാര്യമില്ല. കുശുമ്പിന് കഷണ്ടിക്ക് പിന്നെ വരുന്നത്. കുശുമ്പിന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന പ്രദേശത്തുള്ള കോരുവിള എന്ന സ്ഥലത്തെ. യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇട്ടാലോ എന്ന് ആലോചിച്ചപ്പം എൻ്റെ അമ്മയും അമ്മയുടെ ചേട്ടത്തെയും കൂടെ തന്ന ഐഡിയ ആണ് പ്ലാന്റേഷനിൽ പോയി കുറേ അധികം മയിലിനെ കണ്ടാലോ എന്നുള്ളത്. പോകുന്ന വഴിക്ക് വ്യത്യസ്തതയിലുപരി ആസ്വാദന ഭംഗിയായിരുന്നു കൂടുതലും. എൻ്റെ പൊന്നെടി, പ്ലാന്റേഷൻ ഞങ്ങൾ കാണാത്തൊന്നുമല്ലല്ലോ. കുറച്ച് റബ്ബറുണ്ട്, അവിടെ ഇവിടെയും തോടുകൾ കാണും. അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും മാത്രമല്ല. ഇവിടെ പുലി ഇറങ്ങിയത്. നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അവരെ സന്തോഷിക്കില്ലേ. പൊന്നച്ചാ, എന്റെ യൂട്യൂബ് ചാനൽ ഹായ് പറ. പൊന്നച്ചാ ഹായ് ഗൈസ് പറ. ഹായ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതെ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പൊന്നച്ചാച്ചൻ ഞങ്ങളെ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ എല്ലാം ഞങ്ങളെ കൊണ്ട് കാണിക്കണം. അതാർക്കറിയാതെ എന്റെ അമ്മയുടെ സ്വന്തം ചേട്ടൻ. ഇതാണ് ഗൈസ് ഞങ്ങളെ അമ്മാച്ചൻ. ഇവര് ബന്ധം പറഞ്ഞ എന്നെ കൺഫ്യൂഷൻ. മനസ്സിലായത് പൊന്നച്ചാച്ചൻ
നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വൈബുള്ള ആളാണ് അല്ലേ? എല്ലാ റിയാസിനെ സ്വന്തമായിട്ട് അച്ഛനാണ് പറയുന്നത്. നല്ല വൈബുള്ള ആളാണ്. കുറച്ച് റീൽസ് എടുക്കണം, നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, നമുക്ക് അതിന് കുറച്ച് ലൊക്കേഷൻസ് നോക്കണം. അങ്ങനെ മയിലിനെ കുയിലിനെ എന്തെങ്കിലും ഇവിടെ കാണുമോ ഇല്ലയോ നോക്കണം. ഇതിനിടയ്ക്ക് പൊന്നച്ചാച്ചൻ ഒരു പട്ടിക്കുട്ടി എടുത്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു കട്ട മൃഗസ്നേഹിയാണ് ഗൈസ്. തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ നമ്മൾ ആ കൈത കണ്ട ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു. അവിടെ കുറച്ച് റീൽസ്, ഫോട്ടോസ്, പിന്നെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കും, സമാധാനമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യാം. അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വീണ്ടും കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വണ്ടി എടുത്ത് യാത്ര ചെയ്യണം. ഗൈസ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ റംബുത്താൻ തോട്ടം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. മുടിയെല്ലാം പോയാൽ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് റംബുത്താൻ തോട്ടം കാണാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ, സൂര്യൻ ഉദിച്ച കണ്ടിട്ടുണ്ട്. ഹേയ് പടക്കുതിര, മൈക്കുതിര ഷെൽമി അമ്മയൊക്കെ ഒത്തിരി എക്സൈറ്റഡ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ വീഡിയോ എങ്ങനെ വരുമെന്ന് കാണാൻ. നമ്മൾ ഒരു വെള്ളമായിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു കുപ്പി വെള്ളം. ടിപ്പിക്കൽ മല്ലു മദേഴ്സാണ്. കണ്ടിട്ട് ആസ്വദിച്ചിട്ട് വീഡിയോ എടുക്കണം. മനസ്സ് പറയണം സത്യം. നമുക്ക് അരുവി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അരുവിയുടെ തോടതൊക്കെ. ഹേയ് ഷെൽമി, ഷെൽമി ഹാപ്പി അല്ലേ? ഷെൽമി ആണ്, ഞാൻ ഹാപ്പിയാണ്. അരുവിയെല്ലാം കണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കരുത്. വരൂ ജോണി പാപ്പ ഹായ് കാണിക്കും. ജോണി പാപ്പ എന്നെക്കാട്ടി ഉത്സാഹമായിരുന്നു ഈ കിടന്ന 2 വ്യക്തിക്ക്. ഒന്ന് എൻ്റെ അമ്മയും അപ്പുറത്ത് വന്ന എൻ്റെ അമ്മയുടെ ചേട്ടത്തെയാണ്. തോട്ടിൽ നിറച്ച് മീനുണ്ടായിരുന്നു. അവരാണ് ഇതേ അയ്യം ചാടി, കുളവും ചാടി, പാറയും കടന്ന് അപ്പത്തി വന്ന് നിൽപ്പുണ്ട്. മീനും മീൻ ചാട്ടലും വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് ഗൈസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങുക, മനസ്സൊന്ന് തൃപ്തിയാവാനല്ലേ മേ. ടെൻഷൻ അടിച്ച ജീവിതത്തിൽ നമ്മളതാ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞു. ശരി കേൾക്കണ ശരി നല്ലൊരു സ്പോട്ട് നമ്മളെ നോക്കാം. ഇറങ്ങാൻ നോക്കുന്നതാണ്. ഇങ്ങനെ എന്തായാലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങും. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. ഇവിടെ പശുവിനെ കുളിപ്പിക്കുന്ന സ്ഥലം ഒന്നും ചെന്നാൽ ഇത്രയും വെള്ളം ഉണ്ടല്ലോ. മാർച്ച് ഏറ്റവും കൊടും വേനൽത്ത ഇത്രയും വെള്ളം ഏറ്റവും ഭയങ്കര കൊടും ചൂടില് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ കൊടും ചൂടെന്ന് പറഞ്ഞിടത്താണ് ഇതൊരു ചെറിയ പ്രദേശത്ത് ഇങ്ങനെ ഒരു ചെറിയ അരുവി. നല്ല ചാട്ടം ടിപ്പിക്കൽ നമുക്ക് ഞാൻ ടിപ്പിക്കൽ ആൾക്കാരെ ഞാൻ കാണിച്ചു. പശുവിനും ആടിനൊക്കെ തീറ്റി എവിടെ കണ്ടാൽ ഇറക്കുന്ന ഒരു ടിപ്പിക്കൽ മദർ ടിപ്പിക്കൽ ആടി നമുക്ക് കാണുന്നത്. അങ്ങോട്ട് നമുക്ക് കോഴിക്കാണ് എവിടെ പോയാലും എന്തെങ്കിലും എടുക്കേണ്ടി വന്നാലും സാരമില്ല. നമ്മൾ കോഴിക്കും പശുവിനും ഒക്കെ നമ്മൾ തീറ്റ ഇറക്കിരിക്കും എന്ന് തെളിയിക്കുകയാണ്. കാണിക്കാം ഗൈസ്. ഇത് എന്തോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെയാണ്. സാധനം അതുകൊണ്ട് സോന ഇങ്ങോട്ട് നോക്കിക്കേ. ഉണ്ടാ കുതിര, അതൊരു കുതിര തന്നെയാണ്. അല്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ വ്ളോഗ് എടുക്കാൻ വന്ന സൈസ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവർ ആടിന് തോലല്ല കോഴിക്ക് തീറ്റ. പിന്നെ ഇവിടെ പുഴ വല എല്ലാം കിടന്നത്. അതാ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. അടുത്ത സ്പോട്ട് എവിടെ അറിയില്ല. നമ്മൾ മിക്കവാറും കൈതക്കാടിൻ്റെ അവിടേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ നീങ്ങുകയാണ് ഗൈസ്. ശരി അടുത്ത അങ്ങോട്ട് ശരി കൈത എവിടെ നോ ശരി നമുക്ക് ഞാൻ പറഞ്ഞോട് ഫ്രാക്ഷൻ റൂട്ട് പിന്നെ അങ്ങനെയുള്ള ഭാഗമെല്ലാം പോയി കണ്ട് എല്ലാവരോടും നമുക്ക് അതൊക്കെ കാണണം. ആ പ്ലാവയിലെ മണ്ടയ്ക്ക് ഉച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഷെൽമി കാണുന്നവരോട് എന്തെങ്കിലും പറയണ്ടോ? ഷെൽമി ഇതെന്തോ കാണുന്നവർ നമ്മുടെ പിള്ളേർ മാത്രമല്ല എല്ലാവരും കാണും. ഹായ് ഹായ് അല്ലാതെ എന്തെങ്കിലും പറയണ്ടോ? ശരിയാ, അതെ. നമുക്ക് ചക്കര മുട്ടിലെത്തിയിരിക്കല, പ്ലാവിന്റെ മുട്ടിലെത്തിയിരിക്കുന്ന ഗൈസ്. ആ പ്ലാവാണ് ഗൈസ് കാണുന്നത്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങിയാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നമ്മുടെ കൈതയുടെ അവിടെ നീങ്ങിയാണ്. നമ്മൾ മയിലിനെ കണ്ട് കഴിച്ച് നമ്മളത് കാണാനാണ് ഗൈസ് വന്നത്. പക്ഷെ നമ്മൾ മയിലിനെ കണ്ട് വരുന്നോ? നമ്മൾ മയിലിനെ കണ്ട് മയിലിനെ കാണാം. വീഡിയോക്ക് അത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പുറകെ ഓടിയെങ്കിലും മയിലത് ശക്തമായി രക്ഷപ്പെട്ടു. നമുക്ക് കാണാൻ പറ്റും ഗൈസ്. നമുക്ക് പീലിയുള്ള ആൺമയിലിനെയാണ് കണ്ടത്. ഗൈസായിരിക്കുന്നത് മയിലാണ്. ഇരിക്കുന്നത് മയിലാണ്. നമ്മൾ ഇന്നിവിടെ വന്നത് ശരിക്കും മയിലിനെ കാണാൻ പറ്റുമോ എന്നറിയാനായിരുന്നു. നിറച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന നിറച്ച് സത്യം. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് നിറച്ച് ഒരു മരം നിറച്ച് മയിലിരിക്കുന്നു. ബ്രിട്ടീഷുകാർ പണിഞ്ഞൊരു കെട്ടിടത്തിന്റെ അവിടെ ഒരു മരത്തിൽ നിറച്ച് മയിലാണ് ഗൈസ്. ബ്രിട്ടീഷുകാർ പണിഞ്ഞ കെട്ടിടമാണ് ഗൈസ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ആ തേക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറഞ്ഞതൊരു 10 എണ്ണമെങ്കിലും ഉണ്ട്. പക്ഷെ എനിക്ക് വീഡിയോക്കകത്തിൽ എത്രത്തോളം നമ്മൾ അടുത്തല്ലാതെ വീഡിയോക്കകത്തിലത് അയ്യോ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് മയിലിങ്ങനെ പറന്നു പോകുന്നത് കാണാം. എനിക്ക് അതിൻ്റെ അകത്തിൽ അത്രയും ക്ലാരിറ്റി നമ്മുടെ ഫോണിലില്ലാത്തത് കൊണ്ട് ക്ഷമിക്കുക. നമ്മൾ വന്നപ്പോഴത്തേനെല്ലാം പറന്നു പോയിട്ടുണ്ട്. ഈ മരത്തിൽ നിറച്ചും ഒരു
എങ്ങനെ പോയാലും 10 മൈൽ നിങ്ങളത് കണ്ടു കാണുമെന്ന് എനിക്ക് അതിൽ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇന്നപ്പോഴത്തേനും ആ മേലത്തെ ശരിക്കും ഒരു 10 മൈലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വന്നപ്പോഴത്തേനും അത് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് പറന്നു പോകാണ്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ കാഴ്ച കണ്ടു കുറേ അധികം. സൂയി പോയ പോലെ നിങ്ങൾ നേരത്തെ കാണത്തില്ല. ഒരു 10, 20 നമ്മൾ അടുത്തടുത്ത് വരുന്നവരുടെ എണ്ണം കൂടുതലാണ് നമുക്ക് മനസ്സിലാവും. കുടുംബത്തിലുണ്ട് കുഞ്ഞുങ്ങള്, അതിന്റെ വലുത്, അതിന്റെ വലുത്. പക്ഷെ അതെന്തായാലും ഒരിക്കലും നമ്മളൊരു സൂവിൽ പോയാലും ഒന്നും കാണാൻ പറ്റില്ല. നമ്മളത് ഭയങ്കര സന്തോഷം. നമ്മളത് കണ്ട് തന്നെ അറിയണം. ശരിക്കും ഒരു മൈലിനെ ഒരു ലൈൻസിന്റെ മണ്ടയിലിരിക്കുന്ന കണ്ടിട്ട് ഇറങ്ങിയത്. പക്ഷെ കുറേ അധികം ഒരു 10-20 മൈൽ നമ്മൾ കണ്ട്. ഒരു പൂ വെച്ചപ്പോൾ പൂക്കാലം തന്നു. സത്യം നമ്മൾ അത്ര ഒത്തിരി നിറച്ച മൈല്. ഹായ്, ശരിക്കും നമ്മൾ ആകാശത്തോടി വന്നിട്ട് ഒരു സൈഡ് ഫുൾ ഇത്, ഒരു സൈഡ് ജസ്റ്റ് നോക്ക്, ഓപ്പോസിറ്റ് സൈഡ് നേരെ കാണുക പ്ലാന്റേഷൻ, ഈ സൈഡ് ഫുള്ള്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കഴിച്ചാൽ എന്ത് പണി പറയുന്നത്? അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാണ് കഴിച്ചു. ഭയങ്കര പ്രകൃതിദത്തമായ സ്ഥലം. ഒരു സൈഡ് ഫുള്ള് കൈതക്കാട്, ഒരു സൈഡ് ഫുള്ള് പ്ലാന്റേഷൻ. അത് കൊള്ളാല്ലേ, ആ ഒരു മരമായിട്ട് അത് നൈസ്, അത് പൊളിച്ച്. ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ സമയമില്ല, ഏകദേശം 5:45, 6 മണിയോടെ എടുക്കാറ്. നമുക്ക് അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകണം. കുറച്ച് നല്ല അവരോട് ഇറങ്ങി. ഈ സ്ഥലം കണ്ട ആർക്കും ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത വെച്ച് ഫാഷൻ ഫ്രൂട്ട് തോട്ടത്തിലേക്ക് പോകണമെന്നായിരുന്നു. അവിടെ ഇറങ്ങാം, ടൈം ഉണ്ടെങ്കിൽ നോക്കാം. നോക്കാം. പിന്നെ എങ്ങനെ ഈ സ്ഥലം എന്നാ പറയാനാ, നിങ്ങൾ കണ്ടിട്ട് പറ എന്താ ഇതിന് പറയണ്ടേ? എന്നുവെച്ചാൽ ഇത്രയും തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇത്. നമ്മൾ ഒത്തിരി ഹൈപ്പ് കൊടുക്കത്തക്ക സ്ഥലം, നമ്മൾ കുറച്ച് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ആദ്യം ആസ്വദിക്കുന്നത്. പിന്നെ നമ്മൾ പോയത് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. നമ്മൾ ഫാഷൻ ഫ്രൂട്ട് തോട്ടങ്ങളൊക്കെ കണ്ട് ഈ വലത് സൈഡിൽ കാണുന്ന എല്ലാ ഫാഷൻ ഫ്രൂട്ട് അതിൽ നിറച്ച് കായകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം പോയ ഒരു വീഡിയോയ്ക്കകത്തിൽ അത് എടുത്തിട്ടുണ്ട്. അത് ഷോർട്സാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി പോകുന്നത് കുറച്ച് ഉൾപ്രദേശത്തൂടെയാണ്. ശരിക്കും ഇപ്പോഴാണ് നമുക്ക് മുമ്പേ കാണാൻ പറ്റാതെ പോയ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇതാ 1 മൈൽ. അപ്പം നിങ്ങൾ ചോദിക്കും 1 മൈലിനെ കണ്ടതാണോ ഇത്ര വലിയ കാര്യം? അല്ല, ഇനിയും ഞങ്ങൾ കണ്ടു. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്ക് ഡെസ്റ്റിനേഷൻ വാക്ക് വരുന്നത് ഡെസ്റ്റിനേഷൻ അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കൈതക്കാട്ടിലോട്ട് തൊട്ടില്ല എനിക്കറിയില്ല, ഒരു വലിയൊരു ഗായികയാണ് ഞാൻ ഹോം ടൂർ കാണിക്കണം കേട്ടോ. കാണിക്കുമ്പോൾ കിട്ടിയ സാധനങ്ങളെല്ലാം കാണാം. അതെ, ട്രോഫി കാണിക്കും. ഞാൻ എൻ്റെ സ്വന്തം ഹോം ടൂർ ദിവസം ഇടുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കും. റൂം ടൂർ വന്നിട്ടാലോ? റൂം ടൂർ വേണ്ട, നമ്മൾ സ്വന്തം കൈതക്കാട്ടിലേക്ക് നമ്മളൊരു താമസിക്കാം. അല്ലെ നമുക്ക് ഇതിലേ കൂടെ ഒക്കെ നടക്കാമായിരുന്നു. ഈ കാണുന്ന ഇടയിൽ കൂടെ കാണുന്ന വഴി കൂടെ ഒക്കെ നടക്കാമായിരുന്നു. പക്ഷേ അത് നമുക്ക് നടന്നില്ല, അവർ അടച്ചു. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. എന്തെങ്കിലും അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാം. എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാഴ്ചകളോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഞങ്ങൾ കുറേ അധികം ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയത്. കുറേ അധികം മയിലുകളുണ്ടായിരുന്നു. അതിങ്ങനെ വന്നിങ്ങനെ സന്ധ്യസമയം ആയതുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഉല്ലാത്തി നടക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിച്ചിറങ്ങിയ വഴി ചായ കടി അത് നിർബന്ധം. പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ ഫുഡ് ബ്ലോഗർ ഉണർന്നു ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടിയും വടിയും ഒക്കെ ആയിരുന്നു അത്. ഗൈസ് നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിയാ, വൈൻഡപ്പ് ചെയ്യാൻ കുറേ അധികം പേരുണ്ട് ഗൈസ്. അപ്പം ടാറ്റ ബൈ ബൈ. സിയോ ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതാണ്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സീ യു സൂൺ. കുറേ അധികം വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആദ്യത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ 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 ബൈ.